ഹായ് എല്ലാവർക്കും രാകാസ് കിച്ചൺ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോണതേ ഊട്ടിക്കാണ്. ഊട്ടിക്ക് നമ്മള് ബസ്സായിട്ട് ആദ്യമാണ്, മുന്നേ കാറായിട്ട് പോയിട്ടുണ്ട്. ഊട്ടിയിലത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ട്രിപ്പ് വന്നേക്കണത് ഇരിങ്ങാലക്കുട തൊമ്മനം ഭാഗത്തുനിന്നാണ്. അപ്പൊ നമുക്ക് പോണ ഭാഗത്തുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പൊ അതേ നമ്മളിത് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ്. നിലമ്പൂർ എത്താൻ ഇനി ഒരു മണിക്കൂറിനുള്ള ഏകദേശം ഉണ്ട്. അപ്പൊ അതേ ബസ് ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഊണ് കഴിക്കാനായിട്ട് ഞാൻ നിർത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇവിടെ മിനിയാമിൻ്റെ മക്കാനി ആ കടയിലാണ്, ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ നിലമ്പൂർ എത്താറായിട്ടാണ്. അവിടുന്ന് പോകുമ്പോൾ രണ്ട് വശത്തും തേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിലമ്പൂർ തേക്കാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ഒരു തേക്ക് മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിത്തരാം. അതേ നിലമ്പൂർ കഴിഞ്ഞത് തേക്കിന്റെ മ്യൂസിയവും കഴിഞ്ഞു കേട്ടോ. അപ്പൊ അവിടേക്ക് നമുക്ക് കയറാനായിട്ട് നമുക്ക് പറഞ്ഞില്ല. നമുക്ക് ഊട്ടിയിലെ ഷൂട്ട് പോയിന്റിന്റെ അവിടെയാണ് നിർത്തേണ്ടത്. അപ്പൊ നമ്മുടെ വണ്ടി ഇതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പോണ വഴി ആന ഇറങ്ങണ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇവിടെ അതിന്റെ സൈൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നത്തെ ഊട്ടിയുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോക്കും കാണാൻ എല്ലാവരും. അതെ നമ്മളിവിടെ വന്നേക്കുന്നത് പൈൻ ഫോറസ്റ്റിന്റെ അവിടേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. എന്നാലും നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ വന്നവര് പൈൻ ഫോറസ്റ്റിന്റെ അവിടെ നിന്നിട്ട് ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പൊ അവര് അങ്ങനെ ഓരോ ഭംഗി ആസ്വദിച്ച് ഫോട്ടോ. നല്ലൊരു മനോഹരമായ തേയിലത്തോട്ടം. അപ്പൊ ഇവിടേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 20 രൂപ. പിന്നെ നമുക്ക് ഇതിന് വേറൊരു അഡീഷണൽ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് എടുക്കാം. അതിന് എത്രയാണെന്ന് അറിയില്ല കേട്ടോ. പൈസ ഞങ്ങൾ ചോദിച്ചില്ല എടുക്കാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയതാണ്. കുറെ നേരം വിളിക്ക് പോയിട്ട് എന്താണെന്നറിയില്ല. ഇപ്പൊ വരുള്ള തിരിച്ച് ഇവിടെ ബസ്സുണ്ട്. ഡ്രൈവർ കിളിയോ. താങ്ക് യു സോ മച്ച്. സൂപ്പർ, താങ്ക് യു. ഹായ്. അപ്പൊ നമ്മുടെ ഇന്ന് നമ്മൾ ഊട്ടിയിൽ സ്റ്റേ ചെയ്യാണ്. അപ്പൊ നമ്മള് വണ്ടിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറക്കി വിട്ട് ഞാനും മോനെണ്ണും വണ്ടിയിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പരമാവധി ഞങ്ങള് വണ്ടിയിൽ തന്നെയാണ് കിടക്കാറ്. അപ്പൊ ഞങ്ങള് എവിടെയാണ് കിടക്കേണ്ടതെന്നൊക്കെയും ഞാൻ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയാണ് കിടക്കണതെന്നൊക്കെയും. ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് മാത്രമാണ് നമുക്ക് റൂം കിട്ടാറ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ റൂമിന്റെ കാര്യങ്ങളൊന്നും ശരിയായില്ല. അത് കാരണം ഞങ്ങൾ വണ്ടിയിൽ കിടക്കാന്ന് വെച്ചു. അപ്പൊ ഞാൻ എന്റെ ബെഡ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കിടക്കാൻ പോണത് ഏറ്റവും അവസാനത്തെ നമ്മുടെ സീറ്റിലാണ്. അപ്പൊ അപ്പൊ നമ്മളിത് തലോണ വെച്ചു. ഇതിന് മുകളിൽ ഞാനൊന്നും വിരിക്കൊന്നുമില്ല, വെറുതെ കിടക്കും. പുതപ്പടക്കം കിടക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരു വശം വെച്ച് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കൊന്ന് ചെരിഞ്ഞ് അപ്പുറം കിടക്കണമെങ്കിൽ തലോണനെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റും. അങ്ങനെയാണ് കിടക്കുക. അപ്പൊ ഇതാണ് സീറ്റിന്റെ. അപ്പൊ നമ്മുടെ സീറ്റ് ഏറ്റവും ബാക്കിൽ നമ്മൾ കാണിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. അതെ, തലോണ. പിന്നെ മോനേട്ടൻ കിടക്കുന്നത് ഈ രണ്ട് സീറ്റിന്റെ ഇടയിലായിട്ടാണ് കിടക്കുക. പക്ഷെ ആൾക്ക് കേബിനുണ്ട്, പക്ഷെ ആൾ കിടക്കില്ല ഇവിടെ. ഭർത്തൊക്കെ മണിന്നിട്ട് അതിൽ സുഖമായിട്ട് കിടക്കാം. പക്ഷെ ആളെനിക്കിവിടെ കൂട്ടും. ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ട. എന്തെങ്കിലും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേക്കില്ലേ, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടാണ് കിടക്കാം. അപ്പൊ നമ്മൾ ഇവിടെയാണ് കിടക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് വരും. അപ്പൊ നമ്മുടെ നടുവശം ഈ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് പോകും. തല ഒരു സീറ്റില്, കാലൊരു സീറ്റില്, അങ്ങനെയായിട്ടാണ് കിടക്കുക. കുഴപ്പമില്ലാണ്ട് ഞാനും ഇതുവരെ കിടന്നിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊട്ടി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ കാലത്ത് ഇവിടുന്ന് 7:30 പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവര് കുളിച്ച് യാത്ര എപ്പോൾ വരണോ അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കും. ഹായ്, ഗുഡ് മോർണിംഗ്.
അപ്പോൾ നമ്മളിതേ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇതേ 6 മണിക്ക് എണീറ്റും. അപ്പൊ എല്ലാവരോടും പറഞ്ഞായിരുന്നു 7:30 പോകണം എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം 8:30 തൊട്ടാണ്. അപ്പൊ ആരും എത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി വണ്ടിയിൽ വന്നിരിക്കാണ് കേട്ടാ. റൂം എടുത്തതിന്റെ തൊട്ട് നേരെ കാണുന്ന വ്യൂ ആണ് കേട്ടാ. അപ്പൊ നല്ല ഭംഗിയുണ്ട്, ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട്. അത് ഇവിടത്തെ ഒരു പ്രത്യേകത തന്നെയാണ് കാണാനായിട്ട്. ഞങ്ങളിപ്പോ ബോട്ടാണിക്കൽ ഗാർഡന്റെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾക്ക് ടീ ആക്ടിവിറ്റിക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങളൊക്കെ മുന്നേ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നും വിസിറ്റ് ചെയ്തില്ല. പക്ഷെ നമ്മുടെ മെയിൻ പാർക്ക് വണ്ടി ഓട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം ആളുകൾ ഒരുപാട് സാധനങ്ങളൊക്കെ വണ്ടിയിലാണ്. അപ്പോൾ ഒരു സ്ഥലം മാത്രം വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ടീ ഫാക്ടറി. കാരണം വെച്ചാൽ അവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ നല്ല അഡീഷണൽ പൈസ എടുത്ത് പോകണം, വേറെ വാൻ വിളിച്ച് പോകണം, അതിന് അഡീഷണൽ പൈസ കൊണ്ടുവരും. അപ്പോൾ ആളുകൾ അവിടെ പോയി എനിക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ തിരിച്ചു പോകാനുള്ള പരിപാടികൾ. 6 മണി ഇനി പ്രത്യേകിച്ച് കാര്യമായിട്ട് വലിയ വണ്ടികൾ വരുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഇവിടെ ഫ്ലവർ ഷോ കഴിയുന്നവരോ ഇവിടെ വണ്ടി വന്ന ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഉണ്ട്, ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിൽ വണ്ടികളെ മാറുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഉള്ളിൽ പോയി ഫൈൻ കിട്ടും. ഇതിന് ഫൈൻ കിട്ടിൻ്റെ എത്രയാണെന്ന് അറിയില്ല, അടുത്തൊന്നും അറിയുള്ളൂ. വേഗം പറഞ്ഞ ശരിയല്ല. നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് ഈ കാണുന്നത് കേട്ടോ. അവർ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു മഞ്ഞ് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൊണ്ട് അടിച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നേക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കും. അതൊരിക്കലും